ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാം ഇൻസൈഡ് സ്റ്റോറിയിലോട്ടോ സ്വാഗതം. ഇപ്പോൾ നട്ടില്ലെങ്കിൽ ഞാൻ തട്ടിപ്പോവും എന്ന് പറഞ്ഞുകൊണ്ട് 8 വാഴക്കന്ന് അതാ കിടക്കുന്നു. പറ്റിയ സ്ഥലം നോക്കി അതാ കിട്ടി. പിന്നെ ഒന്നും ആലോചിച്ചില്ല, പോയി കൈക്കോട്ടെടുത്തു, കിള തുടങ്ങി. അതെ, 8 വാഴയ്ക്ക് വേണമല്ലോ കുഴി. നല്ല കുഴികൾ തന്നെ കുഴിച്ചു. അതെ, ഒരടി നീളവും ഒരടിയും വീതിയുള്ള യമണ്ടൻ 8 കുഴികൾ. തൊട്ടടുത്ത് ആരും ശല്യത്തിന് ഇല്ലാത്തത് കൊണ്ട് ചേർത്തി അങ്ങ് നിർത്താമെന്ന് തന്നെ തീരുമാനിച്ചു. അതല്ലേ നല്ലത്. അതേ, പരിയമ്പറത്ത് നിൽക്കുന്ന ഇവർക്ക് വല്ല വിഷമമുണ്ടെങ്കിൽ അന്വേഷിക്കാൻ ഞാനുണ്ടല്ലോ കൂടെ. തൊട്ടടുത്ത് കാണുന്നത് കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം. അതെ, 8 കുഴികളും റെഡിയായി. അതിൻ്റെ ഭംഗി നോക്കി. ഓക്കെ, പെർഫെക്റ്റ്. നെക്സ്റ്റ് ഇവർക്കൊരു അടിവളവിടണമല്ലോ. തപ്പി നോക്കി, കോഴിക്കാഷ്ടം. അത് മതി. അതാ നമ്മളുടെ ഡ്രമ്മിലിരിക്കുന്നു കോഴിക്കാഷ്ടം. പിന്നൊന്നും ആലോചിക്കാനില്ലല്ലോ, എടുത്ത് ഓരോ ചട്ടികളായി ഓരോ കുഴികളിലും കൊണ്ട് നിക്ഷേപിച്ചു. അതെ, ഓക്കെ. ദെൻ ഇതിനെ ഒന്ന് മിക്സ് ചെയ്യണമല്ലോ. അതേ, മിക്സ് ചെയ്തു. മണ്ണുമായതൊന്ന് മിക്സ് ചെയ്ത് എടുത്തപ്പോൾ പെർഫെക്റ്റായി കുഴി. ഇനി നമ്മൾക്ക് വാഴക്കന്നുകൾ എടുക്കാം. വാഴക്കന്നുകൾ എടുത്ത് നടാമല്ലോ. അങ്ങനെ 8 വാഴക്കന്നുകൾ എടുത്ത് നടാൻ അങ്ങ് തുടങ്ങി. കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെച്ചു. അതുകൊണ്ട് ചെറിയ കുഴികളുണ്ടാക്കി അതിൽ വാഴക്കന്ന് നിവർത്തി അങ്ങ് നിർത്തി. വാഴക്കന്നുകൾ മൂടാൻ തുടങ്ങി. അതേ, ചുറ്റുമുള്ള മണ്ണുകളെല്ലാം വാഴക്കന്നിന് ചുറ്റുമായി പൊതിഞ്ഞു കൊടുത്തു. അതേ, പൊതിഞ്ഞു കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം. കൈക്കോട്ട് വാഴക്കന്നിനെ തട്ടി ഡാമേജ് വരാത്ത രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം. ഈ മണ്ണ് കോരിയിടുമ്പോൾ തന്നെ അതിലുള്ള കളകളോ കല്ലോ മറ്റോ ഉണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്യാൻ മറക്കാൻ പാടില്ല. കാരണം അത് അവരുടെ വേര് വളരുന്നതിന് വളരെ തടസ്സമാകാൻ സാധ്യതയുള്ളതുകൊണ്ട്. അതെ, എല്ലാം കഴിഞ്ഞു. ഇനി നന തുടങ്ങി. എല്ലാത്തിനെയും കുളിർത്ത് നനയ്ക്കണം. കാരണം പുതിയ മണ്ണാണ്. പുതിയ മണ്ണിനോട് ചേരണം എന്ന് പറഞ്ഞാൽ വെള്ളം അത്യന്താപേക്ഷിതമാണ്. അവരെ വേര് പിടിച്ചിറങ്ങാൻ വേണ്ടി അവിടെ തണുപ്പും മണ്ണും എല്ലാം കൂടി മിക്സ് ആവണമെങ്കിൽ വേര് ഇറങ്ങാനൊക്കെ തണുപ്പ് വളരെ അത്യാവശ്യമാണ്. അത് അപ്പോഴേക്കും ഇച്ചൂട്ടനെത്തി. മീൻ വിടാൻ പറ്റുമോ ഈ കുളത്തിൽ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മുടെ പണികളെല്ലാം തീർന്നു. ഇനി നമ്മളുടെ കൈക്കോട്ടും പണി സാധനങ്ങളും എല്ലാം ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കണം എന്ന്